കാരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർജി വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ ഇവരാരുടെയും കുറ്റം പറയാതെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഇതിനു മുമ്പേ ഭരിച്ചിട്ടുള്ള ഏത് പാർട്ടി 25 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ BJPയുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ BJP സർക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ ഉദാഹരണമാണ്. കോർപ്പറേഷന് അവർ ബ്ലൂ പ്രിൻ്റ് വരെ റെഡിയായി കഴിഞ്ഞു. 25 വർഷം കൊണ്ട് കോർപ്പറേഷനിൽ ഇനി 25 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ 5 വർഷം കൊണ്ട് ചെയ്യുന്നത്. അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ, ഒരു കോർപ്പറേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോവളം മണ്ഡലത്തിലെ TN സുരേഷാണ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം ഇന്നിവിടെ പൊങ്കാല നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ പൊങ്കാല ഇടാൻ എത്താറുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ വന്ന് ജനങ്ങളെയൊക്കെ കണ്ടപ്പോൾ? ഞാൻ വെള്ളയാണി ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഇന്നിവിടെ പൊങ്കാല മഹോത്സവമാണ്. എനിക്ക് തോന്നുന്നു ഒരു 50,000 ജനങ്ങൾ, അമ്മമാർ, സഹോദരിമാർ ഇന്നിവിടെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഞാൻ ഇന്ന് ഇവിടെ വന്ന് ദേവിയെ തൊഴുതു, പൊങ്കാലയിലെല്ലാം കണ്ടു. വളരെ സന്തോഷമായി. ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഇപ്പം 5 മിനിറ്റിന് മുമ്പാണ് എൻ്റെ ഡിക്ലറേഷൻ വന്നത്. എന്നെ ഡൽഹിയിൽ നിന്നാണ് നമ്മളെ ഡിക്ലറേഷൻ വന്നത്. എന്നെ തീരുമാനിച്ച് അയച്ചെങ്കിലും ഡൽഹിയിൽ നിന്നുള്ള ഡിക്ലറേഷൻ ഇപ്പം 5 മിനിറ്റിന് മുമ്പെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഏറെ സന്തോഷവും അഭിമാനമുണ്ട് മോദിജി നയിക്കുന്ന ഈ പാർട്ടിയിൽ എനിക്ക് നിൽക്കാനായിട്ട്. അതെ. പിന്നെ രാജീവ് ചന്ദ്രശേഖർജിയാണ് ഇവിടെ നമ്മളെ നയിക്കുന്നത്. ഇന്ന് കേരളത്തിലെ മൊത്തം മോദിജിയെ പോലെ വിശ്വാസം ചന്ദ്രശേഖർജിയെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർജി വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ ഇവരാരുടെയും കുറ്റം പറയാതെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഇതിനു മുമ്പേ ഭരിച്ചിട്ടുള്ള ഏത് പാർട്ടി 25 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെ BJPയുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ BJP സർക്കാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ ഉദാഹരണമാണ്. കോർപ്പറേഷന് അവർ ബ്ലൂ പ്രിൻ്റ് വരെ റെഡിയായി കഴിഞ്ഞു. 25 വർഷം കൊണ്ട് കോർപ്പറേഷനിൽ ഇനി 25 വർഷം കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ 5 വർഷം കൊണ്ട് ചെയ്യുന്നത്. അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ, ഒരു കോർപ്പറേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കറപ്ഷൻ കേന്ദ്രത്തിൽ തൊട്ട് ഇവിടം വരെ ഒരു കറപ്ഷനും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരിത് ആ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയുടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അതിലും കൂടുതൽ എനിക്കൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് 2016 ഞാൻ NDAയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. അന്ന് BJP ഇത്രയും വളർന്നിട്ടില്ല. അന്ന് BJPക്ക് 9,500 വോട്ടുണ്ടായിരുന്ന സമയത്ത് ഞാനന്ന് 32,000 വോട്ട് പിടിച്ചു. ഈ 10 വർഷം കൊണ്ട് ഇന്ന് BJPയുടെ വളർച്ച എത്രയെന്നറിയാം. രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 47,000 വോട്ട് പിടിച്ചു. മനസ്സിലാക്കണം, ഇപ്പോഴും 47,000 വോട്ട് പിടിച്ചു. അപ്പോൾ എനിക്ക് വളരെ വിശ്വാസമുണ്ട്. ഇന്ന് ഞാൻ വളരെ വിശ്വാസമുണ്ട്. ചരിത്രം കുറിച്ചുകൊണ്ട് കോവളത്ത് ആദ്യമായിട്ട് ഒരു MLA ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ. എന്താണ് അങ്ങയുടെ ഇപ്പോൾ കോവളം മണ്ഡലത്തിൽ അങ്ങ് ഒരു കാര്യം മുന്നോട്ട് വെക്കാമായിരിക്കുമല്ലോ, ഞാൻ ഇന്ന കാര്യങ്ങൾ പരിഹരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങേക്ക് കാണിക്കാനുണ്ടോ, ചൂണ്ടിക്കാണിക്കാനുണ്ടോ, പറയാനുണ്ടോ? കോവളത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളും കുറച്ച് കാലം കൊണ്ട് പരിഹരിക്കേണ്ട. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം ഇത്രയും വർഷമായിട്ട് അത് പരിഹരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ അതെ, റോഡ് വികസനം, പോർട്ടിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ മത്സ്യബന്ധനമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവളുടെ ഒന്നും ഇത്രയും വർഷമായിട്ട് അവളുടെ കുടിവെള്ള പ്രശ്നമോ തീരശോഷണമോ അവളുടെ വിഷയങ്ങളിലൊന്നും പരിഹാരം കാണാനായിട്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഒരു കാര്യത്തിനും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ടൂറിസം മേഖല നോക്കിക്കഴിഞ്ഞാൽ വളരെ ശോചനീയ അവസ്ഥയാണ്. ഏത് മേഖല നോക്കിയാലും ശോചനീയ അവസ്ഥയാണ്. ജനങ്ങൾ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ ഈ രംഗത്ത് ഇറങ്ങുന്നവർക്ക്, ഫീൽഡിൽ ഇറങ്ങുന്നവരെ അറിയാൻ പറ്റുള്ളൂ. അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു, വികസനം ആഗ്രഹിക്കുന്നു. വികസനം BJPക്ക് കൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരയുമാണ്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നാവ് തുറന്നാൽ നാഴികയ്ക്ക് 40 വട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വികസനം എന്നത് മാത്രം പറയാറുള്ള ഒരു അധ്യക്ഷനാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. എന്തായാലും നിങ്ങൾക്കൊപ്പം ജനങ്ങൾ നിൽക്കട്ടെ. അങ്ങേക്ക് ഒരു നല്ല വിജയം ഞങ്ങളും ആശംസിക്കുകയാണ്. ഓക്കെ.